തൃശൂരിൽ ഞാവൽപ്പഴം വിട്ട് വാറ്റിയ മദ്യമായ ഒരാൾ പിടിയിൽ. വരന്തരപ്പള്ളി സ്വദേശി രമേശാണ് ഓട്ടോറിക്ഷയിൽ മദ്യം എത്തിച്ച് വിൽപ്പന നടത്തുന്നതിനിടെ പിടിയിലായത്. മദ്യം പിടികൂടുന്ന ദൃശ്യങ്ങൾ 24-ന് കിട്ടി. ആ ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങൾ വായിച്ചത്. സൂരജ്, ഈ രമേശൻ ഞാവൽപ്പഴവാറ്റ് വിദ്വാനാണോ? ഒന്ന് പറഞ്ഞാൽ ഈ ഞാവൽപ്പഴം ഇപ്പോൾ നാട്ടിൽ അങ്ങനെ കിട്ടാനൊന്നുമില്ല. കിട്ടുന്ന ഞാവൽപ്പഴത്തിനൊക്കെ നല്ല വിലയുമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ വൈ ഞാവൽപ്പഴം സൂരജ്? ഹാഷ്മി, നല്ല പ്രൊഫഷണലായി ഈ ഞാവൽപ്പഴം ഇട്ട് വാറ്റി അത് വിൽപ്പന നടത്തിയിരുന്ന ആളാണ് ഈ രമേശ് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. ഇതിൽ ഒരു സംശയം, വിവരം പോലീസിന് ലഭിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തൃശ്ശൂർ മാർക്കറ്റിൽ നിന്ന് ഈ പഴുപ്പ് കൂടിയ ഞാവൽപ്പഴം വലിയ തോതിൽ ഒരാൾ എല്ലാ ദിവസവും വാങ്ങിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഒരു വിവരം എക്സൈസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ രമേശിനെ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ തൃശ്ശൂരിൽ തന്നെ ഒരു വാടക വീട് എടുത്തതിന് ശേഷം രമേശൻ ആ വാടക വീട്ടിൽ ഈ ഞാവൽപ്പഴം എത്തിച്ച് ചാരായം വാറ്റുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ചാരായം വാറ്റി 1000 രൂപയാണ് 1 ലിറ്റർ ഈ ചാരായത്തിന് വാങ്ങിക്കൊണ്ടിരുന്നത്. ഈ ഓട്ടോറിക്ഷയിൽ എവിടെയാണോ സാധനം എത്തിക്കേണ്ടത് അവിടെ ഈ ഓട്ടോറിക്ഷയിൽ സാധനം എത്തിച്ച് നൽകും. അതിന് 1000 രൂപ വാങ്ങുക. ഇതായിരുന്നു രമേശന്റെ രീതി. വരന്തരപ്പള്ളിയായ സ്വദേശിയായിട്ടുള്ള രമേശൻ പക്ഷേ സ്വന്തം വീട്ടിൽ നിന്ന് മാറി കൊഴുക്കുള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട് തന്നെ വാടകയ്ക്കെടുത്ത് അവിടെ ചാരായം വാറ്റി നടത്തുകയായിരുന്നു എന്നുള്ളതാണ് എക്സൈസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നലെ അങ്ങനെ എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിരീക്ഷണമടക്കം ശക്തമാക്കിക്കൊണ്ടാണ് ഇന്നലെ ഈ രമേശിനടുത്തേക്ക് എക്സൈസ് എത്തി ആ ഓട്ടോയിൽ യാത്രക്കാരായി കയറിക്കൊണ്ടാണ് അവസാനം ഈ ചാരായം പിടിച്ചിരിക്കുന്നത്. എന്തായാലും 5 ലിറ്റർ ചാരായം കണ്ടെടുത്തിട്ടുണ്ട്. 1000 രൂപ വെച്ചായിരുന്നു 1 ലിറ്ററിന് ഈടാക്കിയിരുന്നതെന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. കുറച്ചു കാലമായി തന്നെ രമേശൻ ചെയ്തു വരികയായിരുന്നു. ഇതിൽ നിർണായകമായത് ഈ മാർക്കറ്റിൽ നിന്ന് പഴുപ്പ് കൂടിയ ഞാവൽപ്പഴം രമേശൻ നിരന്തരം വാങ്ങിയതാണ് രമേശന് കുരുക്കായി മാറിയത്. എന്തായാലും രമേശനെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീർ ഓക്കെ. ഞാവൽപ്പഴമിട്ട് വാറ്റുന്നതിൽ വിദ്വാനായിരുന്ന രമേശനാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. എന്താണ് നാട്ടിൽ ചാരായ നിരോധനമുള്ള കാര്യം അറിയാത്ത ആളാവില്ല. രമേശൻ മാത്രമല്ല, ഇപ്പം ഞാവൽപ്പഴത്തിന് നല്ല വിലയാണ്. അതുകൊണ്ട് രമേശൻ്റെ വാറ്റിനും ഭയങ്കര വിലയായിരുന്നു എന്നാണ് സൂരജ് പറയുന്നത്.